വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമഅയിൽ പറഞ്ഞ ഒരു വചനാണ് ഞാൻ ഓതിയത്. മസലുൽ ലദീന ഹുമ്മിലു തൗറാത്ത, യൂതന്മാരെ സംബന്ധിച്ച് പറഞ്ഞതാണ്. മസലുൽ ലദീന ഹുമ്മിലു തൗറാത്ത, തൗറാത്ത് നൽകപ്പെട്ട ആളുകൾ, സുമലം യഹ്മിലൂഹ, പിന്നെ അവരത് അനുസരിച്ച് നിലകൊണ്ടില്ല. അവരുടെ അവസ്ഥ കമസലിൽ ഹിമാരി അഹ്മിലു അസ്ഫാറ, ഗ്രന്ഥക്കെട്ടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെയാണ് എന്നാണ്. ഇത് ജൂതന്മാരെ പറ്റി പറഞ്ഞാലും ആരെ പറ്റി പറഞ്ഞാലും ഈ അവസ്ഥയാണ് ഇവിടെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളൊരു വിഷയം മനസ്സിലാക്കി അറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ ഇതുപോലെയാണ്. ഒരു ഗ്രന്ഥം ചുമക്കുന്ന ഒരു മൃഗത്തെ പോലെ എന്ന് നമുക്ക് പറയാം. കാരണം ആ മൃഗത്തിന് അതിലുള്ളത് എന്താണ് എന്നറിയില്ല, അതിനെപ്പറ്റി അത് ആലോചിക്കണില്ല. പക്ഷേ കയ്യിലുള്ളത് വളരെ പ്രധാനപ്പെട്ട അറിവുകളുടെ ഒരു ഭാണ്ഡമാണ് തൻ്റെ പുറത്തുള്ളത് എന്ന് മാത്രം ആ മൃഗത്തിന് അറിയുള്ളൂ. അപ്പം അങ്ങനെ മനുഷ്യരാകാൻ പറ്റൂല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധ ഖുർആനും അതുപോലെ സഹിഹായ ഹദീസുകളൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി നമ്മുടെ മുമ്പിലുണ്ട്. അത് അവിടെ തൊടാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ അതിൽ ഉള്ളത് എന്താണെന്ന് പഠിക്കാതെ മനസ്സിലാക്കാതെ അത് ഒരു അലങ്കാരമായി നമ്മൾ കൊണ്ടു നടക്കേണ്ടതല്ല. അത് ഇത്തരം ഉപമകൾക്ക് അതൊരു കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊരു കാര്യം അറിഞ്ഞാൽ, പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ അതനുസരിച്ച് പരമാവധി നമ്മൾ പ്രവർത്തിക്കുക, ചെയ്യുക. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്നാണ്. വിശ്വസിക്കുകയും പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ വിശ്വാസം മാത്രം ഉണ്ടായാൽ പോരാ, അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും വേണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്ന കുറച്ച് വാചകങ്ങളുണ്ട്. അത് ഒരു സ്ഥലത്ത് പറയുന്നത് ഉലായിക്കുഹും ഖൈറുൽ ബരിയ, അവരാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ. വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, വേറൊരു സ്ഥലത്ത് അങ്ങനെയാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ആളുകൾക്ക് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, നിലക്കാത്ത പ്രതിഫലം അവർക്കുണ്ടാകും. അതുപോലെ യസീദുഹും മിൻ ഫദ്ലിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹം അത്തരം ആളുകൾക്ക് വർദ്ധിച്ചു കിട്ടും. ലഹും മഗ്ഫിറത്തും ബിറിസ്ഖിൻ കരീം, അവർക്ക് പാപമോചനവും മാന്യമായ അന്നവും അല്ലെങ്കിൽ മാന്യമായ ഉപജീവന മാർഗവും അള്ളാഹു അവർക്ക് നൽകും. സജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ, അള്ളാഹുവിന്റെ സ്നേഹത്തിന് പാത്രീഭൂതരാകും. ജന്നാത്തുൽ ഫിർദൗസി നുസുല, സ്വർഗം ഒരു അതിഥി സൽക്കാരം പോലെ അവർക്ക് ലഭിക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രവൃത്തി കൂടി നമ്മളുടെ വിശ്വാസത്തിനനുസരിച്ച് ഉണ്ടാകണം. അറിവും അറിവിനോടനുസരിച്ചുള്ള പ്രവൃത്തിയും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോഴേ അത് പൂർണ്ണമായും നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, പടച്ചോനെ ഉപകാരപ്പെടാത്ത അറിവ് നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് പറയാം. ഉപകാരപ്പെടാത്ത അറിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല സംഗതികളും അറിയും. ഇന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് കിട്ടിയ അറിവുകൾ എത്രമാത്രം അറിവുകൾ നമ്മൾക്കുണ്ട്. പക്ഷേ ആ അറിവിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് സാധിക്കുന്നില്ല. അതൊരു വലിയ ദുരന്തമാണ്. അറിവിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അലനു, ഒരു മനുഷ്യന്റെ കാല് മുന്നോട്ട് പോകണമെങ്കിൽ ഖിയാമത്ത് നാളിൽ
കാല് മുന്നോട്ട് ചലിക്കണമെങ്കിൽ 3-4 കാര്യങ്ങളെ പറ്റി അവന് ഉത്തരം പറഞ്ഞേ പറ്റൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ആയുസ്സിനെ പറ്റി, തൻ്റെ യൗവനത്തെ പറ്റി, തൻ്റെ ധനത്തെ പറ്റി അതിനൊക്കെ ഉത്തരം പറഞ്ഞിട്ടേ ഒരാൾക്ക് പരലോകത്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് അവൻ്റെ അറിവ്, അവൻ എങ്ങനെയാണത് വിനിയോഗിച്ചത്, എങ്ങനെയാണത് പ്രാവർത്തികമാക്കിയത്. അപ്പൊ അറിവുണ്ടാകുക എന്നുള്ളത് വലിയ ഒരു നല്ല കാര്യം തന്നെയാണ്, വലിയ കാര്യം തന്നെയാണ് അറിവുണ്ടാകുക എന്നുള്ളത്. പക്ഷെ അറിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ അറിവ് നമ്മൾ പ്രവൃത്തിപഥത്തിൽ കാണണം. കാരണം ഒരു പക്ഷേ വലിയ അറിവുള്ള ഒരാളായിരിക്കും ഇബിലീസ് വലിയ അറിവുള്ള ആളായിരിക്കും. പല സംഗതികളെ സംബന്ധിച്ചും ഇബിലീസിനെ അറിയാം. ആ അറിവില്ലായ്മന്റെ പ്രശ്നമൊന്നും അദ്ദേഹത്തെ ഇബിലീസിനെ സംബന്ധിച്ചിടത്തോളം അവന് അറിവില്ലാത്തതിന്റെ പ്രശ്നമൊന്നുമല്ല. പക്ഷേ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ആ അറിവ് തൻ്റെ ജീവിതത്തിന് ഉപകാരപ്പെടൂല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ അറിവുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെട്ടു പോകേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ തരം അല്ലാത്ത അറിവുകൾ പല രീതിയിലും ആളുകൾ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ പണ്ഡിതന്മാര് ചിലപ്പം പിന്നെ ഹസനുൽ ബസരി പറഞ്ഞു, പല ആളുകളും ജീവിക്കുന്നത് മെഴുകുതിരി പോലെയാണ്. മെഴുകുതിരിക്കുള്ള പ്രത്യേകത അത് മറ്റുള്ളവർക്ക് പല വെളിച്ചം നൽകും, എന്നാൽ അവനാന്റെ കാര്യത്തിലോ അത് നശിച്ചങ്ങനെ ഇല്ലാതെയായി പോവാണ്. അങ്ങനെയാണ് മെഴുകുതിരി, അത് കത്തി എങ്ങനെ അവസാനം ഇല്ലാതോ. എന്നാൽ അതുവഴി മറ്റുള്ളവർക്ക് പല ഉപകാരം കിട്ടും. അപ്പൊ നമ്മളുടെയൊക്കെ നമ്മളൊന്നും പരിശുദ്ധ ഇസ്ലാം നമ്മൾ മെഴുകുതിരിയെ പോലെ ആകരുത് നമ്മളെ പഠിപ്പിക്കണം. നമ്മൾ കത്തി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നതിനോടൊപ്പം തന്നെ നമുക്കും അതിൻ്റെ പ്രയോജനം കിട്ടണം. ചില ആൾക്കാരൊക്കെ പറയും, ഞാൻ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് കാര്യമില്ല. അത് ഭംഗിവാക്കിന് പറയാൻ പറ്റും മാത്രം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് കാര്യമില്ല, അവനവനും കൂടി ആ ജീവിതത്തിൽ ഉൾപ്പെടണം. മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാ ഞാൻ ജീവിക്കണമെന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കതിന് ഉത്തരമുണ്ട്. എന്താണ്? അത് എനിക്ക് ഉപകാരപ്പെടുന്നുള്ളതുകൊണ്ടാണ്, എനിക്ക് ഉപകാരപ്പെടുന്നത്. അപ്പൊ ഒന്നാമതായി നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിന്റെ വിഷയത്തിൽ ഒന്നാമതായി അവനവൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ആളുകളുള്ളൂ. അവനാന്റെ മക്കൾ അതിന് ശേഷമുള്ളൂ, അവനാന്റെ മാതാപിതാക്കൾ അതിന് ശേഷമുള്ളൂ, നാട്ടുകാരതിന് ശേഷമുള്ളൂ, പണ്ഡിതന്മാരും ഇഷ്ടപ്പെട്ടവരും ഒക്കെ അവനാന്റെ കാര്യം. അപ്പൊ കാരണം പരലോകത്തിന്റെ വിഷയം അങ്ങനെയാണ്. പരലോകത്തിൽ ഓരോരുത്തരും അവനവന്റെ അവസ്ഥകൾ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടമോടുന്ന ഒരു ലോകത്തെ പറ്റിയാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നത്. അത് ഉള്ള ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്താ അങ്ങനെ പറ്റുമോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോ അങ്ങനെ പറ്റുമോ എന്ന് വെച്ചിട്ടൊന്നും കാര്യമില്ല. മറിച്ച് അങ്ങനെയാണ് വസ്തുത, അങ്ങനെയാണ് ഉള്ളത്. അവിടെ താനല്ലാത്ത തൻ്റെ എല്ലാം ബാക്കിയുള്ളവർക്ക് നൽകിയാലും എങ്ങനെയെങ്കിലും നരകത്തുനിന്ന് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ എന്നാണ് ഓരോരുത്തരും മനസ്സിലുണ്ടാകുക. അപ്പൊ അത് പരലോകത്തിലാണ്. ദുനിയാവിൽ അങ്ങനെയല്ല. ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് വേണ്ട, അവന് കൊടുത്തരുത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ പറയണത് തന്നെ നമുക്ക് പരലോകത്ത് അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരാൾ, ഞാൻ സഹായവാക്കളുടെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, യുദ്ധഭൂമിയിൽ നിന്ന് ദാഹിച്ച് വെള്ളം കൊടുത്തു വരുമ്പോൾ തൊട്ടടുത്ത് എനിക്ക് വേണ്ട, അടുത്ത് മറ്റേ ആൾക്ക് കൊടുക്കുക, അങ്ങനെ കൊടുക്കാൻ അവസാനം ഈ വെള്ളം കുടിക്കാൻ ആളില്ലായില്ല. അപ്പോഴേക്ക് ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തരും മരിച്ചു വീഴുന്ന അവസ്ഥയൊക്കെ ചരിത്രത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ദുനിയാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകാം, നമ്മുടെ സമയം മറ്റുള്ളവർക്ക് നൽകാം, നമ്മളുടെ ജീവിതം നമുക്ക് മറ്റുള്ളവർക്കൊക്കെ നൽകാം. പക്ഷെ എന്തിനു വേണ്ടി? പരലോകത്തിന് വേണ്ടിയാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ മറ്റുള്ളവരെക്ക് വേണ്ടി, അല്ലാതെ നമ്മൾ ഒന്നും ഇല്ലാതായി പോയിട്ട് നമ്മൾ മെഴുകുതിരി പോലെ അങ്ങോട്ട് ഉരുകിയില്ലാതെയായി മറ്റുള്ളവർക്ക് അതുകൊണ്ട് കുറേ ഗുണങ്ങൾ കിട്ടിയാൽ അത് ഭൗതികമായും അതല്ലെങ്കിൽ ഭംഗിവാക്കിനൊക്കെ വളരെ നല്ല സംഗതിയാണ്. അയാളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു, ഇല്ലാതെയാക്കി എന്ന അതൊരു നല്ല കാര്യമാണ്. എന്താണെങ്കിൽ ആ ഒഴിഞ്ഞു വെച്ചതിന് മരിച്ചതിന് ശേഷം അയാൾക്ക് വല്ല ഗുണം കിട്ടുമെങ്കിൽ, മരണാനന്തരം ജീവിതം തന്നെ അല്ല, മരിക്കുന്നതോടുകൂടി എല്ലാം അവസാനിച്ചു പോയി എന്ന് വിചാരിക്കുന്ന, എന്ന് വിശ്വസിക്കുന്ന ഒരു നിരീശ്വരവാദി, ഒരു ഭൗതികവാദി,
അവനെന്താ മറ്റുള്ളവർക്ക് വേണ്ടി കുറേ ജീവിച്ചിട്ട് എന്താ അപ്പം അവന് കിട്ടാനുള്ളത്? ജീവിക്കണ കാലത്ത് ചിലപ്പോൾ അവന് ഒരു കുറച്ച് സന്തോഷം കിട്ടിയെന്ന് വരും. പക്ഷെ മരിക്കുന്നതോട് കൂടിയേ കഴിഞ്ഞില്ലേ, മരണത്തോട് കൂടിയത് കഴിഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, സമർത്ഥൻ അല്ലെങ്കിൽ ബുദ്ധിമാൻ എന്ന് പറയുന്നവൻ നാളേക്ക് വേണ്ടി മുൻകൂട്ടി വല്ലതും ചെയ്യണവനാണ്. അവനാണ് ബുദ്ധിയുള്ളത്. ബാക്കിയുള്ളതൊക്കെ യഥാർത്ഥത്തിൽ ബുദ്ധിയല്ല, ബുദ്ധിശൂന്യതയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ ആ ബുദ്ധിശൂന്യതയിൽ നമ്മൾ പെടാൻ പാടില്ല. നമ്മൾ ഏത് സംഗതികളിലും ആ രീതിയാണ്. അപ്പോൾ പിന്നെ മറ്റൊന്നുള്ളത് ഈ വിഷയത്തിൽ, പിന്നെ ചില ആളുകളുടെ ഒരറിവ് അങ്ങനെ ധാരാളം പല രീതിയിലും അത് നേടിവെക്കും. പലതരം അറിവുകളും പലതും, അല്ലെങ്കിൽ മറ്റു പലതും അവരങ്ങനെ നേടിവെക്കും. പക്ഷെ അത് മറ്റുള്ളവർക്ക് നൽകാതെ ഉപകാരപ്പെടുത്താതിരിക്കുന്ന അവസ്ഥ. അങ്ങനത്തെ ചില ആളുകൾ ചില ആളുകൾ അങ്ങനെ അതൊരു തത്വമായി തന്നെ ചില ആളുകളൊക്കെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. വിജ്ഞാനം ഇങ്ങനെ ധാരാളം വായിച്ച് പഠിച്ച് അങ്ങനെ ധാരാളം ഉണ്ടാകുക, അത് അയാളങ്ങനെ അതും കൊണ്ട് നടക്കണമെന്നല്ലാതെ അതുകൊണ്ട് വേറെ ആൾക്കൊരു ഉപകാരം ഇല്ലാതൊക്കെ. അതിനെപ്പറ്റി ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, അത് യുദ്ധത്തിനുള്ള കോപ്പൊക്കെ ഒരുക്കി വെച്ചിട്ട് യുദ്ധത്തിനത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് പോലെയാണ്. അല്ലെങ്കിൽ പണം ഒന്നാകെ നമ്മൾ സംഭരിച്ച് കൂട്ടി വെച്ചിട്ട് അവനൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ അതിന് ഉപയോഗിക്കാതിരിക്കുന്നത് പോലെ അതൊരു ഭോഷത്തരമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ അറിവ് അത് നമ്മൾ സ്വയം ഉൾക്കൊള്ളുകയും അറിയണോടത്തോളം കഴിയണോടത്തോളം അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആ രീതി അതുണ്ടാകണം. ഒന്നാമതായിട്ട് ഉണ്ടാകേണ്ടത് സ്വയം ഉൾക്കൊള്ളുക എന്നുള്ള രീതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അങ്ങനെയായിരുന്നു. നമുക്കറിയാലോ, റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും റസൂലുള്ള ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളതൊക്കെ വിശുദ്ധ ഖുർആനാണ്. ഖുർആനാണ് റസൂലുള്ള പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ പഠിപ്പിച്ച്, അതാണ് റസൂലിന്റെ ദൗത്യം, അതാണ് ഈ ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു റസൂലുള്ളാഹിന്റെ ജീവിതം എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ സ്വഭാവം എങ്ങനെയായിരുന്നു ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത് നമ്മളൊക്കെ പലപ്പോഴും കേട്ടതാണ്. കാന ഖുൽഖുഹു അൽ ഖുർആൻ, ഖുർആനായിരുന്നു നബിയുടെ. അഥവാ ആ ഖുർആനിൽ എന്താണോ പറയുന്നത്, അതായത് എന്താണോ റസൂലുള്ള മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അത് സ്വന്തം ജീവിതത്തിൽ അങ്ങനെ തന്നെ അത് ഉപയോഗപ്പെടുത്തിയിരുന്നു. അങ്ങനെ രണ്ടാമത്തെ തലം അതാണ് നമ്മൾ പറയുന്ന സംഗതി. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഉള്ള അറിവുകൾ, ആ അറിവുകൾ നമ്മൾ മറ്റുള്ളവർക്ക് നൽകണം. അത് നൽകാതെ നമ്മൾ സ്വയം തന്നെ നശിച്ചു പോകുന്നത് അർത്ഥമില്ല എന്ന കാര്യമാണ്. രണ്ടാമത്തെ സംഗതി, നമ്മൾ ഉള്ള അറിവ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സംഗതിക്ക് വിരുദ്ധം പ്രവർത്തിക്കാതിരിക്കുക. അതും വലിയൊരു പാപമായിക്കൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ പറയുന്നുണ്ടല്ലോ. ചെയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കണോ നിങ്ങൾ എന്ന് ചോദിക്കണ്ടേ വിശ്വാസികളെ. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്തിനായി പറയാൻ നടക്കുന്നത്? കബൂറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത സംഗതി മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് ഏറ്റവും വളരെ ദേഷ്യമുള്ള, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തൊരു കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അപ്പോൾ നമ്മളെല്ലാ കാര്യം ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ പരമാവധി സാധിക്കണം. അങ്ങനത്തെ സംഗതികളെ നമ്മൾ പറയാവൂ. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ ചോദിക്കുന്നുണ്ട്, അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസക്കും, നിങ്ങൾ ആളുകളോട് ഇങ്ങനെ ഈ പുണ്യം ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ നിങ്ങളിങ്ങനെ പറയാം. അപ്പോൾ തെൻസൗന അൻഫുസക്കും, നിങ്ങളെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ല. അങ്ങനെ കുറേ മനുഷ്യന്മാരുണ്ട്. അവരുടെ കാര്യം എന്താ വെച്ചാൽ അവർക്ക് വെറും ആളുകളോട് ഇങ്ങനെ അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അവരെ കാര്യത്തിലോ തെൻസൗന അൻഫുസക്കും, ഓരോ കാര്യത്തിൽ അതൊന്നും ബാധകമല്ല. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നം ആ തരം സംഗതികളേ അല്ല. ചെലവാക്കണം, പണം കൊടുക്കണം എന്നൊക്കെ ധാരാളം ആളുകളോട് ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും. ഓരോരുത്തുനിന്ന് എന്തെങ്കിലും ഒരു സംഗതിക്ക് ഒരു പണം ചോദിച്ചാൽ അതില്ല, അവനാൻ്റെ കാര്യത്തിൽ അതില്ല. അല്ലെങ്കിൽ നല്ല ഓരോ ആളുകളും ഓരോരുത്തരും അങ്ങനെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അവനവൻ്റെ രീതി എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വാൻതും തത്ലൂനൽ കിതാബ, മാത്രമല്ല നിങ്ങളൊക്കെ ഈ വേദഗ്രന്ഥത്തിലെ ഖുർആന്റെ ഹദീസിന്റെ ഒക്കെ ആളുകളുമാണ്. ഒക്കെ ഖുർആനും വിശ്വാസിയൊക്കെ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മറക്കുക, ബാക്കിയുള്ളവരോട് ഇങ്ങനെ
ഉപദേശം നടത്തുകയും ചെയ്യുക. എന്നിട്ട് ചോദിക്കണം ഖുർആൻ അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ ചോദിക്കുന്നത് അഫലാ തഅഖിലൂൻ. അതിന്റെ അർത്ഥം നമ്മൾ അങ്ങനെ ആയാൽ അതിനൊരു ഫലം ഉണ്ടാവില്ല എന്നാണ്. നമ്മളൊരു സംഗതി ആളുകളോട് ഇങ്ങനെ പറയുകയും അതിന് നമ്മളെ ജീവിതത്തിൽ അതൊന്നും കാണുകയും ചെയ്യണില്ലെങ്കിൽ പിന്നെ അതിന് എന്തെങ്കിലും ഫലം ഉണ്ടാവും. അത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ പോരെ. അതാണ് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ. ഷുഐബ് അലൈഹിസ്സലാം പറയുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാക്കും അൻഹു. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഞാൻ ചെയ്യണ പ്രശ്നം പിന്നെ ഇല്ല, അത് ഞാൻ ചെയ്യില്ല. നിങ്ങളോടൊരു സംഗതി ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്ത് ഇങ്ങനെ നടക്കുക, അങ്ങനെ പറ്റുമോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഷുഐബ് അലൈഹി സ്വലാം പറഞ്ഞില്ല. അപ്പം അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട സംഗതിയാണ്. നമ്മൾ പറയുന്ന സംഗതി പരമാവധി 100% പറഞ്ഞത് അങ്ങനെ തന്നെ നടപ്പാക്കി കൊണ്ടുപോകാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പരമാവധി നമ്മൾ പറയുന്ന സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് വിരുദ്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു സ്വഭാവ ശുദ്ധീകരണം യഥാർത്ഥത്തിൽ അത്തരം സംഗതികളിലൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്ന വേറെ ചില കാര്യങ്ങൾ ഖുർആൻ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സംഗതികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച്, അതായത് അവനാൻ ഇങ്ങനെ പറയാം പക്ഷെ ജീവിതത്തിൽ അതിൻ്റെ യാതൊരു അർത്ഥമില്ലാത്ത ആളുകൾ, അവർ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിലുള്ള അവസ്ഥ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ നരകത്തിലായിരിക്കും എന്ന് മാത്രമല്ല, നരകത്തിൽ അവർ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം അവരോട് ചോദിക്കപ്പെടുന്നത്, നിങ്ങളിവിടെ അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും നരകത്തിൽ. എന്ത് അവിടെ ചെന്നാൽ ചോദിക്കും, നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തിയത്? നിങ്ങളൊക്കെ ഈ ഇതിൻ്റെയൊക്കെ വലിയ ആളുകൾ അവിടെ ഇങ്ങനെ അങ്ങനെ പ്രസംഗിച്ചൊക്കെ ഉഷാറായിട്ട് നടന്നിരുന്ന ആളുകളോടൊക്കെ ഉപദേശിച്ച് നടത്തിയിരുന്ന ആളാണല്ലോ, നിങ്ങൾ പിന്നെ എന്തേ ഇവിടെ എത്തിയത് എന്നവരോട് ചോദിക്കുന്നതാണ്. അപ്പൊ അവര് പറയും, സംഗതി ശരിയാണ്, ഞങ്ങൾ ഈ പറഞ്ഞൊക്കെ ചെയ്ത് ആളുകളോട് പ്രസംഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല, നമ്മളത് ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ട് തന്നെയല്ല, അങ്ങനെയായിരുന്നു ഞങ്ങളെ അവസ്ഥ, അതുകൊണ്ട് വന്നുപെട്ടൊരവസ്ഥയാണ് എന്നവര് പറയുന്നതായി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിത്രം വിശുദ്ധ പ്രവാചകൻ നമുക്ക് പരലോകത്തുള്ള ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ അറിവുകൾ ഉണ്ടാക്കുകയും ആ അറിവിനനുസരിച്ച് നമ്മൾ പരമാവധി വിശുദ്ധിയോടെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അത് നമ്മളുടെ ഒരു ബാധ്യതയാണ്. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ആളുകളോട് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതി ആളുകളോട് പറയുന്ന സംഗതി പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ചെയ്യുക. അല്ലാതെ കുറേ നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്ക പോലും ചെയ്യാത്ത സംഗതികൾ മറ്റുള്ള ആളുകളോട് നമ്മൾ ചിലപ്പം പറയുന്നുണ്ടാവും. നമ്മളങ്ങനെ ഒന്നും ചെയ്യാനേ വിചാരിക്കണില്ല. അങ്ങനത്തെ സംഗതികൾ മറ്റുള്ളവർക്ക് പലതരം വാഗ്ദാനങ്ങളും ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അതൊന്നും ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അതിനൊക്കെ ഉണ്ടാകുന്ന ഒരു ദോഷം അതെന്താന്ന് വെച്ചാൽ, ഒരു സഹാബി ഹസനുൽ ബസരി അത് പറയുണ്ടായി, മിസ്കീനുൻ മാ കാന ഇൽമുഹു ഹുജ്ജത്തൻ അലൈഹി വലിസാനുഹു ഖസ്മുന. വളരെ പരിതാപകരം തന്നെയാണ് ചില ആളുകളുടെ അവസ്ഥ. അവനവന്റെ വാക്കുകൾ അല്ലെങ്കിൽ അവനവന്റെ പ്രവൃത്തികൾ അവനവനെതിരിൽ തന്നെ സാക്ഷികളായി മാറുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത ഒരു സങ്കടമാണ്. അപ്പൊ ചില ആളുകളെ പറ്റി വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നുണ്ട്, അവരുടെ കയ്യും കാലും ശരീരവും അവർക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസമാണ് പരലോകത്ത് വരാനുള്ളത്. അവരെ കൈ പറയും. അപ്പോ ഇവരെന്നെ അത്ഭുതപ്പെട്ട് ചോദിക്കും, എന്താ എന്റെ കൈ എനിക്കെതിരിൽ വർത്താനം പറയണത്, എന്റെ കാലെങ്ങനെയാ എനിക്കെതിരിൽ വർത്താനം പറയണത്? അതൊക്കെ ആ ചിത്രമൊക്കെ പരലോകത്തിന്റെ ചിത്രമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിൽ പറയുന്നുണ്ട്, ഹത്താ ഇദാ മാ ജാഊഹാ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അവിടെ എത്തുമ്പോൾ പരലോകത്ത് അല്ലാഹു നരകത്തിലേക്ക് ചില ആളുകളെ കൊണ്ടുപോകുമ്പോൾ ആ സന്ദർഭത്തിൽ ഷഹിദ അലൈഹിം സംഉഹും, അവരുടെ കാതുകൾ അവർക്കെതിരിൽ സാക്ഷി പറയും, അവരുടെ കണ്ണുകൾ അവർക്കെതിരിൽ സാക്ഷി പറയും. വജുലൂദുഹും, അവരുടെ
തൊലി അവർക്കെതിരെ സാക്ഷി പറയും. എന്താ പറയണത്? ബിമാ കാനിയോ, എന്തൊക്കെയാ ചെയ്തിരുന്നത്. അപ്പോ കണ്ണുകൊണ്ട് എന്തൊക്കെയാ ചെയ്തിരുന്നു, കാതുകൊണ്ട് എന്തൊക്കെ കേട്ടിരുന്നു, അതുപോലെ തന്നെ തൻ്റെ ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പരലോകത്തെത്തുമ്പോൾ നാവ് അവിടെ അള്ളാഹു അതിന് സീല് വെക്കും. നാവിന് സീല് വെച്ചിട്ട് ബാക്കിയുള്ള അവയവങ്ങൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ കാലു ലി ജുലൂദിഹിം, അപ്പോൾ ശരീരത്തോട് ഈ മനുഷ്യന്മാർ ചോദിക്കും, ലിമ ഷഹിത്തും അലി, നിങ്ങൾ എൻ്റെ ശരീരത്തോട് ചോദിക്കും, നീ എന്താ എനിക്ക് എതിരിൽ സാക്ഷി പറയുന്നത്? കാലു അന്തകന അല്ലാഹു അല്ലദീ അന്തക കുല്ല ഷൈഇൻ, അല്ലാഹു ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം നൽകിയപ്പോൾ ഞങ്ങൾക്ക് പറയേണ്ടത് പറഞ്ഞു. അപ്പൊ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ അതൊന്നും ഒരിക്കലും നമ്മൾക്ക് അനുകൂലമായി നമ്മൾ എന്ത് ചെയ്താലും അതിന് സിന്ദാബാദ് വിളിക്കണതല്ല നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും. പക്ഷെ ആ അവയവങ്ങൾക്ക് പറയാൻ കഴിയില്ലപ്പോ. കണ്ണുകൾക്ക് കാണാൻ പാടില്ലാത്തത് കാണുന്ന കണ്ണുകൾക്ക് അതിന് എതിർക്കാപ്പ കഴിയില്ല, കാതുകൾക്ക് കഴിയില്ല, ശരീരത്തിലെ അവയവങ്ങൾക്ക് കഴിയില്ല, കയ്യിനും കാലിനും ഒന്നും കഴിയില്ല. അതൊക്കെ നമ്മൾ ചലിപ്പിക്കണം, നമ്മൾ വിചാരിക്കണ പോലെ ചെയ്യും. പക്ഷെ ഒരു നാൾ വരും, അന്ന് ഇവക്കെ നിങ്ങൾക്ക് സാക്ഷി എതിരിൽ പറയും. അപ്പൊ എന്തേ നിങ്ങൾ എനിക്ക് എതിരെ ചോദിച്ചാൽ ഒന്നുമില്ല, ഞങ്ങൾക്ക് അന്ന് ഇതിനെപ്പറ്റി പറയാൻ കഴിയില്ല. ഭൂമിയിൽ മനുഷ്യന്മാരായി നിൽക്കുമ്പോൾ നമ്മളെ കൈകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റൂലല്ലോ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് സംസാരിക്കാൻ പറ്റൂലല്ലോ, നേർക്കുനേരെ നാവുകൊണ്ട് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇപ്പൊ അല്ല ഞങ്ങൾക്ക് ഇതാ സംസാരിക്കാനുള്ള കഴിവെന്നാണ്. അപ്പൊ ഞങ്ങൾ ഉള്ള പോലെ പറയാണ്, നിങ്ങളുടെ കൈ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, നിങ്ങളുടെ കാല് ഇങ്ങനെയൊക്കെ ആയിരുന്നു, നിങ്ങളുടെ ശരീരം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നിങ്ങൾക്കെതിരിൽ ഞങ്ങൾ സാക്ഷി പറയുകയാണ് എന്ന് വിശുദ്ധ ഖുർആന് ആ സംഭവം എഴുതിയിട്ടുണ്ട്. അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട സംഗതിയാണ് അറിവിനനുസരിച്ച് സംഗതികൾ ചെയ്യുക. അറിവിന് വിരുദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ പറയുന്നതിന് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക. പരമാവധി നമ്മൾ പറയുന്ന സംഗതികളൊക്കെ നമ്മളുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതൊക്കെ ജീവിതത്തിൽ നമ്മളുടെ ഒരു ശീലമാക്കി നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് തോന്നും, ഇതിപ്പോൾ ഈ അറിഞ്ഞതും പഠിച്ചതുമാണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. കുറേ അറിയാതെ നിന്നിരുന്നെങ്കിൽ നല്ല സുഖേ. ഇതിപ്പോൾ അറിഞ്ഞോണ്ടല്ലേ അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കണമെന്ന് ഉള്ള ഒരു കൽപ്പനയൊക്കെ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അറിയാതിരിക്കുക, പഠിക്കാതിരിക്കുക, മനസ്സിലാക്കാതിരിക്കുക, അതാണ് ഏറ്റവും സേഫായ, ഏറ്റവും നല്ലത് അതാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഇങ്ങനത്തെ ചിന്തയുള്ള ആളുകളുണ്ടാവും. പക്ഷെ അതുകൊണ്ട് രക്ഷയില്ല, ആ ചിന്ത കൊണ്ട് രക്ഷയില്ല. നമുക്കും നേതാലുമില്ല. കാരണം നമുക്കൊക്കെ അതിനുള്ള എല്ലാ അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നിർബന്ധമാണ്. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, വലക്കത് ദറഇനാലി ജഹന്നമ കസീറൻ മിനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യനും ജിന്നിനൊക്കെ ധാരാളം നരകത്തിൽ ഉണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുൻ ലാ യബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. കണ്ണുണ്ട്, പക്ഷെ കണ്ണുകൊണ്ട് അവർ കാണുന്നില്ല. കാതുണ്ട്, കാതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. ഹൃദയമുണ്ട്, അതുകൊണ്ട് ചിന്തിക്കണില്ല. അപ്പൊ ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കാനും കാണാനും കേൾക്കാനൊക്കെ എല്ലാ സൗകര്യങ്ങളും ലഭിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാതെന്നാ മതിയായി, ഇതൊന്നും മനസ്സിലാക്കാതിരുന്നാൽ മതിയായിരുന്നു, ഇതൊക്കെ പഠിക്കാതിരുന്നാൽ മതിയായി, ഇത് പഠിച്ചിട്ടാണ് ആകെ വലിയ പ്രശ്നം എന്ന് പറയാനുള്ള ഒരു സ്കോപ്പും നമ്മെ സംബന്ധിച്ചിടത്തോളമില്ല. നമ്മളെ പറ്റി നേരെ മറിച്ച് ചിലപ്പോൾ ആദിവാസികളായ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ ഭ്രാന്തന്മാരായ ആളുകൾ, ഇങ്ങനത്തെ കുറേ ആളുകളുണ്ടല്ലോ, വളരെ ദലിതരായി ജീവിക്കണ അങ്ങനത്തെ കുറേ ആളുകളുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ. ഇതിനൊന്നും അവസരം കിട്ടാത്ത, ഇതിനൊന്നും അറിയാത്ത, ഇങ്ങനത്തെ ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യന്മാർ, അവർക്കിതൊന്നും ബാധകാവില്ല. ചിലപ്പോൾ നമുക്കറിയില്ല, ചിലപ്പോൾ സംഭവിക്കാൻ പോണത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിൽ നമ്മളും നമ്മളുടെ നാട്ടിലെ മൗലവിമാരും മുസ്ലിയാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ കൂട്ടമായി നരകത്തേക്കാണ് പോകുമ്പോൾ, മറുഭാഗത്ത് ആദിവാസികളും
അതുപോലെ തന്നെ ഭ്രാന്തന്മാരും അതുപോലെ ഈ പറഞ്ഞ ദലിതരും ഇതിനെ പറ്റിയൊന്നും അവസരം കിട്ടാതെ ഈ രീതിയിൽ ജീവിച്ച മനുഷ്യന്മാർ ഒന്നാകെ കൂട്ടം കൂട്ടായിട്ട് സ്വർഗത്തേക്കും പോണ അവസ്ഥ ഉണ്ടായിക്കൂടായൊന്നുമില്ല. അങ്ങനെയൊക്കെ ആകാം. കാരണം അള്ളാഹു ഒരിക്കലും ഈ അവസ്ഥകളൊന്നും കിട്ടിയിട്ടില്ലാത്ത ആളുകളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ഒമാഖാൻ അള്ളാഹു യുഅദ്ദിബഹും ഹത്താ യുബ്അസു ലഹും റസൂല. ആ രീതിയിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പുകാരൻ ചെല്ലാത്തൊരാളെ പഠിത്തം ശിക്ഷിക്കൂല. അപ്പൊ ചിലപ്പോ നമ്മളെ കാടിന്റെയും ഉള്ളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. അവർ മനസ്സിലാക്കിയനുസരിച്ച് അങ്ങനെ പോകണ്. അവർക്ക് എന്ത് ഖുർആൻ, എന്ത് പ്രവാചകൻ, എന്ത് നബി, എന്ത് ഇസ്ലാം, ഇത്തരം സത്യമൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ അവരൊന്നും അവർക്കൊന്നും ചിലപ്പത്തിലൊന്നും പഠിച്ചോന്റെ അടുക്കലെത്തുമ്പോൾ അവരൊക്കെ വളരെ സേഫായിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, നമ്മളതിന് ശ്രമിക്കണം, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിയണം. അതിൽ നമ്മൾ അലംഭാവം കാണിക്കാൻ പാടില്ല. അലംഭാവം കാണിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കണ്ണുണ്ടായിട്ടും കാണാത്തവൻ, കാതുണ്ടായിട്ടും കേൾക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടും. അപ്പൊ ആ ഒരു അവസ്ഥ കൂടി നമ്മൾ ആലോചിക്കണം. അങ്ങനെ ജീവിതം കഴിയുന്നിടത്തോളം പരമാവധി വിശുദ്ധമാക്കി വളരെ നല്ല രീതിയിൽ മരിച്ചെന്നിട്ട് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിൽ അതിനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സംവിധാനിച്ച് നമ്മൾ അങ്ങനെ മെല്ലെ മെല്ലെ ഒരു സാധുവായിട്ട് ഇവിടെ എങ്ങനെയാണ് ജീവിച്ചാണ് പോകുക എന്ന ഒരു മാനസികാവസ്ഥയാണ് എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതമായ ഒരു അവസ്ഥ അതാണ്. ആ രീതിയിൽ കഴിയുന്നിടത്തോളം നന്മകൾ ചെയ്ത് ആളുകൾക്ക് ദോഷമൊന്നും ഉണ്ടാക്കാതെ മനുഷ്യന്മാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറി ഉള്ളതിനനുസരിച്ചും ഒക്കെ മറ്റുള്ളവർക്കൊക്കെ സഹായിച്ച് ആ രീതിയിൽ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. മനസ്സമാധാനം ഉണ്ടാവുകയും ചെയ്യും, മരണാനന്ദ ജീവിതത്തിലെ മെച്ചുണ്ടാവുകയും ചെയ്യും. അങ്ങനെ അതല്ലാത്ത വേറെ കുറേ നമ്മൾ ചെയ്യാത്ത കുറേ സംഗതികൾ നമ്മളങ്ങനെ പറഞ്ഞ് നമ്മളതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കുക, അത് പരമാവധി ആത്മാർത്ഥമായി സൂക്ഷ്മതയോടെ കൂടി ചെയ്തു കൊടുക്കുക. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ.